ഹലോ കൂട്ടുകാരെ, നമ്മുടെ വെള്ളക്കാന്താരി നല്ല ഉഷാറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. 2 വർഷമായിട്ടുള്ള കാന്താരിയാണിത്. അപ്പോൾ നിറയെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ നമുക്ക് വലിയ പരിചരണങ്ങളൊന്നും ആവശ്യമില്ലാത്തതാണ്. പിന്നെ ഇത് തൈ നട്ട് നല്ല രീതിക്ക് വന്നു കഴിഞ്ഞു വെച്ചാൽ ഒരു 3 വർഷം 5 വർഷം വരെയൊക്കെ നന്നായിട്ടുണ്ടാവാറുണ്ട്. ചില ചെടികളൊക്കെ 5 വർഷം വരെ നിൽക്കാറുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിതിനെ വളപ്രയോഗങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് സാധാരണ പച്ചില വളങ്ങളും മറ്റുമൊക്കെ ചേർത്ത് കൊടുത്താൽ മതിയാവും. വലിയ വളങ്ങളൊന്നും ഇവർക്ക് ആവശ്യമില്ല. പിന്നെ ഇതിൻ്റെ മുരടിപ്പിന് നമുക്ക് മഞ്ഞപ്പൊടിയും അതുപോലെ തന്നെ നമ്മളുടെ ചാരം കൂടെ മിക്സ് ചെയ്തിട്ട് അതിൽ വെള്ളം ചേർത്ത് ലായനി വന്നിട്ട് ഇടയ്ക്കൊന്ന് തെളിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ മുരടിപ്പൊക്കെ മാറും. പിന്നെ നല്ല രീതിയിൽ കായൊക്കെ നന്നായിട്ടുണ്ടാവുന്നൊരു ഇതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ വീട്ടിൽ ഇപ്പോൾ ഞാൻ ഇവിടെ വീട്ടിലൊക്കെ നമ്മൾ കറി വയ്ക്കുന്ന സമയത്ത് തോരൻ ഉണ്ടാക്കുമ്പോഴൊക്കെ ഉപ്പേരികളിലൊക്കെ ഇതിൻ്റെ ഈ മുളക് തന്നെയാണ് ഇടുക. നമ്മുടെ സാധാരണ മുളക് അധികം യൂസ് ചെയ്യാറില്ല, കാന്താരി തന്നെയാണ് ഉപയോഗിക്കാറുള്ളത്. പിന്നെ അതുപോലെ തന്നെ മീൻ വറുക്കുന്ന സമയത്തൊക്കെ നമ്മളുടെ കാന്താരി ഉണ്ടല്ലോ പച്ച, അത് പിന്നെ ചീനിമുളകിൻ്റെ തന്നെ പഴുത്തതൊക്കെ യൂസ് ചെയ്യാറുണ്ട്. നല്ല ടേസ്റ്റാണ് ഉണ്ടാവുക. പിന്നെ നമുക്ക് അച്ചാറിട്ട് വയ്ക്കാനും അങ്ങനെയൊക്കെ ആയിട്ട് നല്ല ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഉണക്കിയിട്ട് പൊടിച്ച് നമ്മളുടെ സാധാ മുളകിൻ്റെ ഒപ്പം മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കാം. അല്ലാതെ തനിച്ച് വേണമെങ്കിലും ഉണക്കി പൊടിച്ച് യൂസ് ചെയ്യുകയാണെന്ന് വെച്ചാൽ നല്ലതാണ്. നമുക്ക് ഷുഗറിനും മറ്റുമൊക്കെ ആയിട്ട് നല്ല റിലീഫ് ഉണ്ടാവും. അപ്പോൾ ആരോഗ്യം നല്ല ഇതുണ്ടാവും. നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിച്ച മുളക് പൊടിയൊക്കെ യൂസ് ചെയ്യുന്നതിനേക്കാളും നമുക്ക് ഏറ്റവും ബെനിഫിറ്റുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ചെറിയ ക്വാണ്ടിറ്റിയെ നമുക്കിതിന് വേണ്ടി ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഏറ്റവും ഫലവത്തായിട്ടുള്ളൊരു സംഭവമാണ് നമ്മുടെ കാന്താരി. ശരിക്കൊരു വീട്ടിൽ 1 2 ചെടിയൊക്കെ ഉണ്ട് വെച്ചാൽ തന്നെ ധാരാളമാണ്. നമ്മളിപ്പോൾ ഒരു 10 തൈയെങ്കിലും വയ്ക്കുകയാണെന്ന് വെച്ചാൽ ഒരു 4 5 തൈകളൊക്കെ പിടിച്ച് കിട്ടും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുകയാണെന്ന് വെച്ചാൽ നമ്മളുടെ വീട്ടിൽ ഇപ്പോൾ ഒരു മുളക് പോലും നമ്മൾ പുറത്തുനിന്ന് മേടിക്കുക പറഞ്ഞു വെച്ചാൽ അതിനേക്കാളും നമ്മളുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുക എന്നുള്ളതാണ്.